ചങ്ങായിമാരെ കുഴപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുഴപ്പം. ആരല്ല കുഴപ്പക്കാരെന്നറിയാം, നമ്മളെ വിജി തമ്പിയും നമ്മളെ വിശകലമാടും വിസർജനം ടിവിയും ഈ മൂന്നാളും കൂടിയിട്ട് ഭയങ്കര കുഴപ്പം. എന്താ കുഴപ്പത്തിന്റെ കാരണം എന്നറിയാം, നമ്മളെ ഗുരുവായൂർ അമ്പലത്തിനടുത്തുള്ള ഒരു ക്ഷേത്രത്തിൽ അയ്യപ്പൻ വളക്കുമ്പോഴുള്ള ചടങ്ങിലുണ്ടല്ല വാവര് പള്ളിന്റെ മാതൃക നിർമ്മിച്ച്, അത് മാത്രമോ എന്നിട്ട് ആ പള്ളിക്കിടല പച്ച കളർ പഠിച്ച് പിന്നീട് നമ്മളെ സംഖ്യയുടെയും സംഖ്യണിയുടെ കുരുപൊട്ടാണ്ട് നിൽക്കുക. ഈ മൂന്ന് വേട്ടാവളിയും ടീംസിന്റെ വർത്താനം കേട്ടതൊന്നും ഇതൊന്നും ആദ്യമായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ്. കാലാകാലങ്ങളായിട്ടുണ്ടല്ലോ അയ്യപ്പൻ വിളക്കിന് വാവര് പള്ളിന്റെ മാതൃക പല സ്ഥലത്തും ഉണ്ടാക്കാറുണ്ട്. പക്ഷെ എന്താ ചെയ്യുക, 2014 ശേഷമാണ് ഇന്ത്യ ഉണ്ടാക്കി വരിക്കുന്ന ഈ സംഖ്യയോട് ഈ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം എന്നറിയാം, അവിടെ പള്ളിന്റെ മാതൃക മാത്രമല്ല ഉണ്ടാക്കിയ പോലും അവിടെ നിന്നുണ്ടല്ല നിസ്കാരം ഉണ്ടായിരുന്നു പോലും വാങ്കുവിളി ഉണ്ടായിരുന്നു. എവിടുന്ന്? അമ്പലത്തിന്റെ ഉള്ളിലുണ്ടായ വാവറ് പള്ളിന്റെ മാതൃകന്റെ അവിടെ നിന്ന് നിസ്കാരവും വാങ്കുവിളി ഉണ്ടായെന്നാണ് ഈ വേട്ടാവളിയന്മാർ പറയുന്നത്. ഈ വാർത്തയുണ്ടല്ല ഇവർക്ക് മൂന്നാക്കെ കിട്ടിയില്ലട്ടാ. നമ്മളെ വിസർജനത്തിനും വിശകലക്കും നമ്മളെ വിജയ് തമ്പിക്കും മാത്രമേ ഈ വാർത്ത കിട്ടിയിട്ടുള്ളൂ. ഈ വാർത്ത കിട്ടിയപാട് നമ്മളെ വിശകലമാടുണ്ടല്ല അപ്പൊ തന്നെ പാതിരാത്രിക്ക് ഇരുന്നിട്ട് തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചാലോ. മമ്മിയൂർ ക്ഷേത്രനടിയിൽ തലയുയർത്തി നിൽക്കുന്ന പച്ചപ്പള്ളി. മലബാർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ പച്ചപ്പള്ളി ഉണ്ടാക്കിയിട്ട് ആർക്കും കുരുപൊട്ടിയില്ല. എന്നാൽ അതേ നടയിൽ ഇതിനൊപ്പം വാഴപ്പിണ്ടി കൊണ്ട് കിട്ടുന്ന അയ്യപ്പ ക്ഷേത്രത്തിൽ ഒരു ചെറിയ കാവിക്കൊടിയോ കാവ്യ അലങ്കാരമോ അല്ലെങ്കിൽ പള്ളിയിൽ കെട്ടിയ പോലെ കാവി താഴികക്കുടമോ വെച്ചിരുന്നെങ്കിൽ നാട്ടിലെ സകലമാന ശുദ്ധജീവികൾക്കും മൂട്ടിൽ കൃമികൂടി ഉണ്ടായേനെ. സത്യല്ലേ? വിശകലമാണതിന് എത്രമാത്രം വിഷമമുണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞില്ല, ഇനിയുണ്ട്. പഴയ കാലത്തും പള്ളിയുടെ രൂപത്തിൽ കിട്ടുമായിരുന്നു. ഇത്രയും അഹങ്കാരം അന്ന് അതിൽ കാട്ടിയിരുന്നില്ല. ഒരിക്കലും ബാങ്കും നിസ്കാരവും നടത്തിയിരുന്നില്ല. ക്ഷേത്ര നടിയിൽ ബാങ്ക് വിളിക്കുന്നവരെ നിർത്തിക്കുക തന്നെ വേണം. അടുത്ത വർഷം പച്ചപ്പള്ളിയും ബാങ്കും നിസ്കാരവും അമ്പലത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ അത് നടപ്പിലാക്കാൻ നമുക്ക് കഴിയണം. എന്റെ വിശകലമാടം, എനിക്ക് താങ്കളോടുള്ള എല്ലാ വെറുപ്പും വെച്ചിട്ട് ഞാൻ പറയട്ടെ, മുസ്ലിങ്ങൾക്കുണ്ടല്ല പ്രാർത്ഥിക്കാനായാലും ശരി വാങ്ക് വിളിക്കാനായാലും ശരി ഒരുപാട് പള്ളികൾ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അവരുണ്ടല്ലോ ഈ വാങ്ക് വിളിയും നിസ്കാരവും ആ പള്ളികൾ ചെയ്തോളൂ. അതിന് പറ്റാത്ത സമയങ്ങളിൽ അവർക്ക് പറ്റുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ അവർ അത് ചെയ്തോളൂ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി വാങ്ക് വിളിക്കാനും അവിടെ നിസ്കരിക്കാനും അവരുണ്ടല്ല ചാണക സംഖ്യകളെ പോലെ തലയിൽ ചാണകമുള്ളവരല്ല, അവർ തലയിൽ ബുദ്ധിയുള്ളവർ തന്നെയാണ്. ഇനി അങ്ങനെ ചെയ്യാൻ വേണ്ടി അവിടെയുള്ള ഹിന്ദുക്കൾ സമ്മതിച്ചാൽ തന്നെ മുസൽമാന്മാർ ആ പണിക്ക് നിൽക്കൂലെന്റെ വിശകല ടീച്ചറെ. ഈ സംഭവമൊക്കെ ഉണ്ടല്ല തലയിൽ വിവരമുള്ള ഓരോ മനുഷ്യനും അറിയാം. ഈ വിഷം കൊണ്ട് കിടക്കുന്ന വിശകല ടീച്ചർക്കും അറിയാം ഈ സംഭവം ഒന്നും നടന്നിട്ടില്ലാന്ന്. എന്നാലും വിശകല ടീച്ചർക്ക് ഇങ്ങനെ എഴുതണം, എന്നാലേ ഒരു രസമുള്ളൂ, എന്നാലേ ഉറക്കുള്ളൂ. ഈ തമ്മിൽ അടുപ്പിക്കൊണ്ടല്ല അത് കാണുമ്പോ വിശകലമാണത്തിനും ഈ വിജയ് തമ്പിക്ക് വിസർജനത്തിനുണ്ടല്ല ഒരു ഭയങ്കരമായ രസമാണ്, ഒരു സൈക്കോ രസമാണ് ഈ ടീങ്ങൾക്ക്. കുറച്ച് ദിവസം മുന്നേ ഇതുപോലെ ഒരു അയ്യപ്പൻ വിളക്കിന് ദഫ് മുട്ടലുണ്ടായിരുന്നു. ആ മുട്ടല് കട്ടപ്പോഴും നമ്മളെ വിശകലക്ക് നല്ലോണം കൊട്ട് കിട്ടി. എന്റെ വിശകലം മണം നിങ്ങൾക്കുണ്ടല്ലോ ഇങ്ങനെ വൃത്തികെട്ട വർഗീയത പറഞ്ഞ ശേഷം എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറങ്ങേണ്ട സമയം കിട്ടുന്നത്? കാരണം 24 മണിക്കൂറുണ്ടെങ്കിൽ അതിൽ 26 മണിക്കൂറും നിങ്ങളുടെ മനസ്സിൽ ഈ വർഗീയത മാത്രമേ ഉള്ളൂ. മുസ്ലിം മുസ്ലിം മുസ്ലിം. ഈ മുസ്ലിങ്ങൾ എന്ത് ചെയ്യുക? അത് കഴിഞ്ഞാൽ കുറച്ച് സമയം ഉണ്ടാവും അതിൻ്റെ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ. ഈ ക്രൈസ്തവരെ എന്ത് ചെയ്യുക? ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉറങ്ങാൻ സമയം കിട്ടുന്നു? നിങ്ങൾക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും യാതൊരു കുഴപ്പമില്ലല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞാൽ അതിലാണ് നിങ്ങൾക്ക് രസം കിട്ടുന്നത്. ഇനി നമുക്കുണ്ടല്ലോ വിസർജനത്തിന്റെയും വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവായ വിജയ് തമ്പിയിലെ പഴയ സംവിധായകൻ അയാളുടെയും കുരുപൊട്ടൽ കാണാനേ വാ. യുടെ സംസ്ഥാന അധ്യക്ഷൻ വിജയ് തമ്പി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ശ്രീ വിജയ് തമ്പി, ഈ മമ്മിയൂരിലെ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടാണല്ലോ മമ്മിയൂർ ക്ഷേത്രം വരുന്നത്. അവിടെയാണ് ഈ അയ്യപ്പ വിളക്കിന്റെ പേരിൽ ഇപ്പോൾ ആ ക്ഷേത്രത്തിനകത്ത് ഇത്തരത്തിൽ വാവരുടെ പേരിൽ ഒരു പള്ളിയുടെ അതേ രീതിയിലുള്ള ഒരു നിർമ്മിതി ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ക്ഷേത്രത്തിനകത്ത് വാങ്കുവിളി നിസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയാണ്. വടക്കൻ കേരളത്തിലാണിത് വളരെ കൂടുതലായി കണ്ടുവരുന്നത്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം ഗുരുവായൂർ പോലെ ഹിന്ദുക്കളുടെ ഏറ്റവും വിശുദ്ധമായിട്ടുള്ള ഒരു പ്രദേശം ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ടുള്ള ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നിരിക്കുന്നത്. എങ്ങനെയാണ് VHP ഈ വളരെ ഗൗരവമുള്ള വിഷയത്തെ നോക്കിക്കാണുന്നത്? ആ ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഒരു വാവരെന്ന് പറഞ്ഞൊരു സങ്കല്പം ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്തൊരു സങ്കല്പം, അയ്യപ്പനുമായിട്ടോ ധർമ്മശാസ്ത്രവുമായിട്ടോ കുലബന്ധം പോലും ഇല്ലാത്തൊരു സങ്കല്പം മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത് അതിനെ വീണ്ടും മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീവ്ര ശ്രമത്തിന്റെ ഭാഗമായി മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയൂ. കാര്യം ഇത് ഹിന്ദുക്കളെ അവഹേളിക്കുന്നതാണ്, അവിടുത്തെ ദേവതാ സങ്കല്പത്തെ അധിക്ഷേപിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. പ്രതികരിക്കണം, ഇതിനെ അനുവദിക്കരുത്. ഭക്തജനങ്ങൾ അനുവദിക്കാതിരുന്നാൽ എന്ത് ചെയ്യാൻ പറ്റും ഇവർക്ക്? അതുപോലെ ഒരു ഇസ്ലാമിന് ഒരു ക്ഷേത്രത്തിൽ കയറാൻ എന്ത് അധികാരം? അവർക്ക് ഹിന്ദുക്കൾക്ക് മാത്രമാണ് പ്രവേശനം. ആ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനമുള്ള ഒരു ക്ഷേത്രത്തിൽ ഇങ്ങനെ കയറി ഇങ്ങനെ കാണിക്കാന്ന് വെച്ചാൽ പോക്രിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ ഇതിന്. എന്റെ കുരുപൊട്ടി വിജയ് തമ്പി, ആ ക്ഷേത്രത്തിന്റെ അകത്ത് ഏത് മുസ്ലിം കയറിയെന്നാ നിങ്ങൾ പറയുന്നത്? ഏത് മുസ്ലിം കയറിയിട്ട് വാങ്ക് വിളിച്ച് ഏത് മുസ്ലിം കയറിയിട്ട് അവിടെ നിസ്കരിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് അതിന്റെ എന്തെങ്കിലും ഒരു തെളിവുണ്ടാ? ഏതെങ്കിലും ഒരു മുസ്ലിം അതിന്റെ ഉള്ളിൽ കയറി എന്നുള്ളതിന്റെ ഒരു ചെറിയ തെളിവെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാ? അവിടെ കയറി ഒരു മുസ്ലിം ബാങ്ക് വിളിച്ച് നിസ്കരിച്ചെന്നെല്ലാം പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ അതിന്റെ ഒരു വീഡിയോ ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടാവില്ല എന്റെ വിജയ് തമ്പിയെ.
ഒന്നുമില്ലെങ്കിൽ ഈ സംഭവം നിങ്ങൾ അറിയിച്ച ഒരു കുരുപൊട്ടി സംഖ്യ അവിടെ ഉണ്ടാവില്ല. ആ സംഖ്യയെങ്കിലും ആ വീഡിയോ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടാവൂലേ? അതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് വെറും പച്ചക്കള്ളാന്ന്. അരി ഭക്ഷണം കഴിക്കുന്ന തലയിൽ കുറച്ചെങ്കിലും വിവരമുള്ള ഒരാൾക്ക് മനസ്സിലാവും. എന്തിന് നിങ്ങളെ സംഖ്യക്ക് പോലും ഈ സംഭവം വെറും പച്ചക്കള്ളാന്ന് മനസ്സിലായി. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതിന്റെ വീഡിയോ നിങ്ങളെ കയ്യിൽ ഉണ്ടാവും ചെയ്യും. ആ വീഡിയോ നിങ്ങൾ ഇപ്പൊ കേരളത്തിൽ മൊത്തം പ്രചരിപ്പിച്ചിട്ടുണ്ടാവും. കാരണം അത് പ്രചരിപ്പിച്ചിട്ട് ഇവിടെ ഒരു വർഗീയത ഉണ്ടാക്കുന്നുള്ള ലക്ഷ്യമുണ്ടല്ല, ആ സംഭവം നിങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന വെറും പച്ചക്കള്ളാന്ന് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ വിജി തമ്പിക്കും VHPക്കും സംഖ്യക്കെല്ലാം പോയിട്ട് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ അറിയാം? ശുദ്ധികലശം നടത്തുക. ഇതുണ്ടല്ലോ നിങ്ങൾ ഉത്തരേന്ത്യയിൽ ദളിതര് കയറിയെന്നും പറ്റി നിങ്ങൾ ഉന്നത കുലക്കാർ നടത്തുന്ന ശുദ്ധികലശമില്ലേ, ആ സംഭവം തന്നെ അവിടെ ദളിതര് ഇവിടെ മുസ്ലിങ്ങൾ. കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളിട്ടല്ല ഇവിടെ ദളിതര് കയറിയെന്നും പറ്റും ഇതുപോലെ ശുദ്ധികലശം നടത്തും. പിന്നീടല്ല ആ അയ്യപ്പൻ വിളക്ക് നടന്ന ആ ബാബര് പള്ളി നിർമ്മിച്ച ആ ക്ഷേത്രത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടല്ല, അവിടെ നല്ല തന്റെ ഇടമുള്ള നല്ല അന്തസ്സുള്ള ഹിന്ദുക്കൾ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങളെ ഈ ശുദ്ധികലശത്തിന്റെ ഉടായ്പം കൊണ്ട് പോയണ്ടല്ല എന്റെ വിജി തമ്പിയെ ഓടേണ്ടി വരും. ഓടിയ സ്ഥലത്തുണ്ടല്ല പുല്ലുവരെ മുളക്കൂല, അമ്മാതിരി ഓട്ടോ കൊണ്ടുവരും അവിടുന്ന്. കാരണം നിങ്ങൾ കരുതുന്നത് പോലെ എല്ലാ അമ്പലങ്ങളിലും ഉന്നത കുല സംഖ്യകൾ കയറി പറ്റിയിട്ടൊന്നുമില്ലട്ടാ. നല്ല അന്തസ്സുള്ള നല്ല ഭക്തിയുള്ള നല്ല ഹിന്ദുക്കൾ ഇപ്പോഴും ഒരുപാട് അമ്പലങ്ങളിലുണ്ട്. അതുകൊണ്ട് നിങ്ങളെ വൃത്തികെട്ട ഉടായ്പ കൊണ്ടുണ്ടല്ല എല്ലാ അമ്പലങ്ങളിലും കയറിച്ചെല്ലാൻ നോക്കല്ലാട്ടാ വിജി തമ്പിയെ. പിന്നെ നിങ്ങൾ ഗുരുവായൂരൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ല നിങ്ങൾ കണ്ണൂരേക്ക് വരണം കേട്ടാ. ഈ കണ്ണൂരുണ്ടല്ല ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോഴല്ല പള്ളികളുണ്ടല്ല മുസ്ലിം പള്ളികൾ അരിയും പഞ്ചസാരയും കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇനി നിങ്ങളെപ്പോലത്തെ കുറച്ച് ചാണക സംഖ്യകൾ വന്നിട്ട് പറയണം ഈ അമ്പലങ്ങളിൽ ഇനി മുസ്ലിം പള്ളികളിൽ നിന്നും കൊണ്ടുതരുന്ന അരിയും പഞ്ചസാരയും വാങ്ങാൻ പാടില്ലെന്ന് ഇവിടെ വന്നൊന്ന് പറഞ്ഞു നോക്ക് എന്റെ വിജി തമ്പിയെ. അപ്പൊ കാണാം എടപ്പാളോട്ടത്തിന് ശേഷം സംഖ്യകളോട് ഓട്ടം. ലോകത്തേറ്റവും കൂടുതൽ നീട്ടത്തിൽ നീയും നിന്റെ സംഖ്യകളും ഈ കണ്ണൂരും നോടും അമ്മാതിരി ഓട്ടം ഓടും. ഇവിടുത്തെ ഹിന്ദുക്കളുണ്ടല്ല അങ്ങനെ ഓടിക്കും നിന്നല്ലോ. പിന്നെ ഒരു കാര്യം കൂടി എന്റെ വിജി തമ്പിയെ, ആ അയ്യപ്പൻ വിളക്കിന് വാവര് പള്ളിയുടെ മാതൃക കെട്ടിയതുണ്ടല്ലേ ഏതെങ്കിലും മുസ്ലിങ്ങളെ നെഞ്ചത്ത് കൊണ്ടുപോയി ഇടണ്ടാട്ടാ. അതൊക്കെ കെട്ടിയത് നല്ല ഹൈന്ദവ വിശ്വാസികൾ തന്നെയാണ്. ആ ഹൈന്ദവ വിശ്വാസികളുണ്ടല്ല കാലാകാലങ്ങളായിട്ട് ആ പരിപാടി അവിടെ നടത്തുന്നുണ്ട്, ഇനിയും നടത്തും. അത് കേരളത്തിന്റെ പല മൂലകളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ സംഖ്യകൾ എത്രമാത്രം കുരുവട്ടിയാലും ആ സംഭവം നടന്നുകൊണ്ടേയിരിക്കും എന്റെ വിജി തമ്പിയെ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ വാവറിന്റെ ഐതിഹ്യം ഉണ്ടല്ല അതൊന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന സംഭവമൊന്നുമില്ല. പിന്നെന്താണ് അത് ഹിന്ദുക്കളുടെ വിശ്വാസമല്ലേ, ഹിന്ദുക്കളുടെ ഒരു ആചാരല്ലേ വെച്ചിട്ട് അവർ അതിൽ കൈകെടുത്താൻ നിൽക്കുന്നില്ല. അവർ മാന്യമായിട്ട് മാറി നിൽക്കുന്നു, നമ്മൾ മാന്യമായിട്ട് അത് ആചരിക്കുന്നു. അത് അങ്ങനെ അങ്ങ് പോകുന്ന ഒരു സംഭവമാണ്. അല്ലാണ്ട് ഹിന്ദുക്കൾ അയ്യപ്പൻ വിളക്ക് നടത്തുമ്പോൾ വാവര് പള്ളി നിർമ്മിക്കണമെന്ന് ഒരു മുസ്ലിം എവിടെയും വന്ന് പറഞ്ഞില്ല. നിങ്ങൾ വേണമെങ്കിൽ നിർമ്മിച്ചോ, നിങ്ങൾ വേണ്ടെങ്കിൽ നിർമ്മിക്കണ്ട, അത്രയും മുസ്ലിങ്ങൾ ഈ സംഭവത്ത് പറയുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ചാണക സംഖ്യകൾ പോലും വിശ്വസിക്കാത്ത ഈ കള്ളക്കഥയുണ്ടല്ല വാവര് പള്ളിന്റെ മാതൃക നിർമ്മിച്ച് അതിനുശേഷം അതിന്റെ ഉള്ളിൽ ഒരു മുസ്ലിം വന്നിട്ട് വാങ്ങി വിളിച്ച് നിസ്കരിച്ചെന്ന് പറഞ്ഞ പച്ച കള്ളുണ്ടല്ല നിങ്ങൾ സംഖ്യകൾ പോലും വിശ്വസിച്ചില്ല. പിന്നെയല്ലേ കേരളത്തിലെ വിവരവും ബുദ്ധിയുള്ള മനുഷ്യന്മാർ വിശ്വസിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ വാർത്ത ആകെ അറിഞ്ഞത് വിശകലിയും VHP നേതാവ് വിജി തമ്പിയും പിന്നെ കേരളക്കാർ ഇതുവരെ ഒരു വാർത്തയിൽ പോലും വിശ്വസിക്കാത്ത വിസർജനം TVയും മതി. മലയാളി ഒരു വാർത്ത വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മൂന്നാൾ പറഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ടുണ്ടല്ലോ ഇങ്ങനെ പച്ച കള്ളം പറഞ്ഞിട്ട് മനുഷ്യന്മാരെ ഇങ്ങനെ തമ്മിൽ തല്ലിച്ച് ജീവിക്കാണ്ട് വല്ല പണിക്കും പോയി ജീവിച്ചോടി ഇങ്ങനെ മൂന്നാക്കും. നിങ്ങൾക്ക് ഇങ്ങനെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും തമ്മിൽ തല്ലിച്ച് കിട്ടുമ്പോ ആ സന്തോഷം അത് ജോലി ചെയ്താൽ കിട്ടൂലല്ലോ അല്ലേ. അതുകൊണ്ട് നിങ്ങളിങ്ങനെ നിങ്ങളെ വൃത്തികെട്ട പണി ചെയ്തുകൊണ്ടിരിക്കുക. അത് സംഘികൾ വിശ്വസിക്കായിരിക്കും, അല്ലാണ്ട് ബാക്കി ഒരു ഹൈന്ദവനും വിശ്വസിക്കുന്നു നിങ്ങൾ ആരും വ്യാമോഹിക്കണ്ട. അപ്പൊ എന്റെ വിശകല ടീച്ചർക്കും വിസർജനം TVക്കും എന്റെ വിജി തമ്പിക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.